നമസ്കാരം. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടുകൂടി എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ടിനിച്ചേട്ടാ ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. തുടങ്ങല്ലേ? ചിരിക്കാൻ റെഡിയാണോ? ചിരിക്കാൻ റെഡിയായി. പെരിഞ്ഞനത്തോട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. നക്ഷത്ര വീരനാട്യം ട്രൂപ്പിലെ ആൾക്കാരാണ്. വെൽക്കം. ആദ്യത്തെ സ്കിറ്റ് ഏതാണ്ട് ഏകദേശം ഒരു 300 എപ്പിസോഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഐറ്റം വേറെ. എനിക്ക് തോന്നുന്നു വന്ന നാളെ മുതൽ ഓരോ സ്കിറ്റും ഓരോ ആർട്ടിസ്റ്റുകളും നമ്മുടെ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിസ്റ്റുകളാണ്. ഓഫ് കോഴ്സ് എനിക്കത് കുറച്ചുകൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരായ ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ഇവിടെ പെർഫോം ചെയ്യുന്ന 100% ആൾക്കാരും. അങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 പേരാണ് ഇന്ന് ഇവിടെ പെർഫോം ചെയ്യുന്ന ഒരു സ്കിറ്റായിട്ട് വരുന്നത്. അവർ അതുകൊണ്ട് തന്നെ അവതരിപ്പിക്കുന്ന സ്കിറ്റുകളും അവതരിപ്പിക്കുന്ന പ്രമേയങ്ങളെല്ലാം സാധാരണക്കാർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് തനി നാടൻ സ്കിറ്റുമായിട്ട് വരുന്ന ടീമാണ് നമ്മുടെ ടീം എന്നുള്ളത്. ആരാന്ന് മനസ്സിലായി കാണോ? മനസ്സിലായി. മനോജേട്ടനുണ്ട്, അജേഷ് ഉണ്ട്, സുമിയുണ്ട്. കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മാസ് ടീം എന്ന് വേണേ വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം മനോജ് വലഞ്ചുഴി, അജേഷ് റാണി ആൻഡ് സുമി. നല്ലൊരു കൈയടി. മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം, കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം. ഊതി അടുപ്പിന്ന് ഇപ്പൊ പെട്രോൾ വരും, അതുപോലെ കുഴിയായി അടുപ്പിനകത്ത്. നിർത്തിയ കല്ലി കല തന്നെ എണീറ്റ് ഇന്ന് കൊത്തും. വിജയമ്മേ, എന്ത് പണി? രാവിലെ എന്തോ ഉണ്ടാക്കുന്നേ? ഞാനേ കുഴലപ്പം ഉണ്ടാക്കുക. കുഴലപ്പോ? എന്തോ ചെയ്യാൻ, ആ ചെറുക്കന് കാലത്ത് അത് മതിയെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഉണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെ നോക്കാം നീ എന്തോ അവിടെ ചെയ്യുന്നതെന്ന്. എടി കൊച്ചെ, നീ ഇന്ന് ടൗണിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്, പക്ഷെ പോയിട്ട് വരാൻ കുറേ താമസിക്കും. എന്നെ അടി നിനക്ക് വല്ല മേടിക്കാനുണ്ടോ? ഓ, മേടിക്കാനൊന്നും അല്ല, എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ഇച്ചിരി കുശുമ്പും കുഞ്ഞായ്മയും പറയാന്. ചെവി ഇവിടെ നട്ടു വെച്ചേക്കും ഈ പെണ്ണ്. പോവാന്നെ പറയണേന്ന് പറയായിരുന്നു. ഉണ്ടാക്കി വെച്ചേക്കുവാ. ഒരു കണ്ണാടി വാങ്ങിക്കണേ. എന്തോത്തിനാ? ഈ കണ്ണാടി പൊട്ടിയതോ കൊള്ളത്തില്ലെന്ന്. അയ്യോടാ, ഏത് നല്ല കണ്ണാടി മേടിച്ചാലും നിന്റെ മോന്തയില്ലയോ കാണുന്നത്? അങ്ങനെ ഇരിക്കത്തുള്ളത്. ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ലെന്ന് ഓർത്താണോ? പൗഡർ ഇല്ലയോ ഒന്ന്? ആ, ഞാൻ രാവിലെ ഇട്ട് ഒരുങ്ങിയായിട്ട് ഇവിടെ ഇരിക്കുക. എന്ന് വെച്ചാൽ ഞാൻ സീരിയലിലെ നടിയല്ലയോ, അടുക്കള ഒരുങ്ങി ഇരിക്കാന്. ഉണ്ടാക്കിട്ടിരിക്കുക അവിടെ. എന്തോ രാവിലെ ചക്കുക്കുരു ഡിസൈൻ അടിക്കുവായിരുന്നു. ഉണ്ടാക്കി വെക്കുവാ. അപ്പം ഉണ്ടാക്കിയാ? അപ്പം ഉണ്ടാക്കിയായിരുന്നു. നിന്റെ കളഞ്ഞിട്ട് പോയ അപ്പൻ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇവിടെ. അപ്പത്തിന് പൊടി പൊക്കണം കേട്ടാ. കഴിക്കരുത് രാവിലെ ഉള്ളതെന്ന്. വേണ്ട, പഴകഞ്ഞിരിക്കുന്നു, വേണം എടുത്ത് തിന്നെ. നീ കളയണ്ട, ഞാനായിട്ട് അങ്ങ് എടുത്ത് അത് വേലിച്ചീര തോരന്, മത്തേല എലിശ്ശേരി. വേണ്ട, ഇത് താളുകറിയുടെ ചേമ്പ് താളുകറി നല്ലതാണ് കേട്ടോ. വട്ടത്തിൽ കിടക്കുന്ന കോവയ്ക്ക കിട്ടിയതാ ഇതെല്ലാം. അപ്പുറത്തെ ഇപ്പുറത്തെ പറമ്പിൽ നിന്നൊക്കെ ഞാൻ എടുത്ത. നാളെ ഇറങ്ങി വിഷമിക്കണ്ട, എന്നെ അവിടെ കൊണ്ട് കെട്ടിയാ മതി. ഞാൻ കടിച്ചു പറിച്ച് നീ അങ്ങനെ നിന്നിക്കരുത് കേട്ടോ. ചക്കക്കുരൊക്കെ തിന്ന എന്തോ പ്രോട്ടീനാന്നറിയാമോ? എനിക്കറിയാം, ചക്കക്കുരു നല്ല പ്രോട്ടീനാന്ന് എനിക്കറിയാം. തിന്നണം അങ്ങോട്ട്. വേണം, നീ എടുത്ത് വെച്ച് തിന്നെ. പിന്നെ എവിടെ എടുത്തോണ്ട് പോവാ? അവിടെ നിന്ന് തിന്നാനോ? അത് കിടക്കുന്നിടത്തെല്ലാം വൃത്തികേടാക്കാന്. അയ്യോ, എന്ന് പറഞ്ഞാൽ മാർബിൾ ഇട്ട് വെച്ചേക്കൂല്ലേ അവിടെ? ആണോ? മെടുക്കനാണെങ്കിൽ നീ മേടിച്ചിട്ട് മാർബിള്. എനിക്കിതാ അറിയത്തില്ല മാർബിള്. അവിടെ എന്തോ ഇനി പോയിരിക്കും ഈ ചെറുക്കന്. ഇവിടുന്ന് ടി വി കണ്ടോണ്ടിരുന്ന് തിന്നാനാ. അതിന് എവിടെ ഇരിക്കുന്നു ഇവിടെ ടി വി? അപ്പുറത്തെ വീട്ടിലെ ജനലിനകത്തോടെ അവിടുത്തെ ടി വി കാണാം. അത് കളിച്ച് അമ്മേ, അപ്പുറത്തെ ജലയച്ചടൊക്കെ ടി വിക്കകത്തെ 24 ന്യൂസ് ആന്ന് തോന്നുന്നു. പെണ്ണുങ്ങളൊക്കെ കുടിച്ചിട്ട് അടിപിടിയൊക്കെ കൂടുന്നു. എന്തോ സമരം വന്നു തോന്നുന്നു. നോക്കിയാമേ, നോക്കാമേ. അവിടെ ജനലിനകത്ത് നോക്ക്, പെണ്ണുങ്ങൾ അങ്ങോട്ട് ചാടുന്നുണ്ട് ഭയങ്കര. എടാ, സമരമല്ല. അവിടുത്തെ അമ്മൂമ്മയ്ക്ക് വിശന്നിട്ട് വെപ്രാളം കൊണ്ട് അവിടെ ഇതുവഴിയൊക്കെ ഓടുവാൻ. അവര് വീട്ടിൽ തിന്നാൻ കുടിക്കാനും ഓരോന്നൊക്കെ ഉണ്ട്. ഒരു കാര്യം, ഒരു പച്ചമുളക് ഒരു വെളുത്തുള്ളി ഇട്ട് ഇടിച്ച് ചതച്ച് തരാൻ പറ്റും ഞാനെക്കൊണ്ട്. സത്യം പറയാമല്ലോ, ഇവനെ കളഞ്ഞിട്ട് പോയ അച്ഛനും ഇതുപോലായിരുന്നു കേട്ടോ. ഈ മുളക് ചൂട്ടിരിക്കുവായിരുന്നു. ഒരു കണക്കിന് പറഞ്ഞാ അങ്ങനെ തന്നെയാടാ. എന്തോ എരിവും പോകുകയുള്ള മനുഷ്യനാന്നറിയാവോ? അമ്മച്ചി
അച്ചാച്ചൻ എന്തിനാ അമ്മച്ചി കളഞ്ഞിട്ട് പോയേ? ഓ എന്തോ പറയാനാ നമ്മുടെ ഗതികേടെന്ന് പറ. ഒരു ദിവസം ഇങ്ങനെ പണിക്ക് പോയിട്ട് തിരിച്ചു വന്നടാ, നല്ല മഴ വൈകുന്നേരം. കൂടെ ഒരു പെണ്ണുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പുതിയ പണിക്കാരിയാ, മൈക്കാടുകാരിയാന്ന് പറഞ്ഞു. രാത്രി കൊണ്ടുവന്നല്ലയോ, നാളെ നേരം എടുത്ത് അങ്ങ് പോകുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച കിടക്കട്ട പാവല്ലയോ. രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നിന്റെ തന്തപ്പൊടി കുളിച്ചൊരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുവാ. ഞാൻ ചോദിച്ചു എവിടെ പോവാന്ന്. അപ്പൊ പറയാ പെണ്ണിനെ വണ്ടി കയറ്റാൻ പോവാന്ന്. പെണ്ണിനെ വണ്ടി കയറ്റി കൊന്നിട്ട് അച്ഛൻ ജയിലിൽ പോയോ? എടാ ആ പെണ്ണിനെ വണ്ടി കയറ്റി വിട്ടിട്ട് തിരിച്ചു വരാന്നും പറഞ്ഞു പോയ പോക്ക. പിന്നീടല്ലയോ അറിയുന്നത് രണ്ടുപേരും ബോംബെയിൽ അങ്ങ് സെറ്റിൽഡ് ആയി. എന്റെ വീട്ടുകാർ പറഞ്ഞെടി നീ അങ്ങ് സ്വീകരിക്കാൻ, അവനൊരു അബദ്ധം പറ്റിയത്, അതുകൊണ്ട് നീ അതെല്ലാം മറന്ന് അങ്ങ് സ്വീകരിക്കാന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അങ്ങനെ ഞാനായിട്ട് ഉപേക്ഷിച്ച നിന്റെ തന്തപ്പടിയെ. ഇതായിരിക്കണം പെണ്ണ്, ഇതായിരിക്കണം പെണ്ണ്. കൈ കൊടുക്ക, കൈ കൊടുക്ക. ഇതായിരിക്കണം പെണ്ണ്. ഇതിന്റെ ചക്കര വിജയില്ലയോ? കണ്ണോട് പറയാ പോയ തന്നെ സ്വീകരിക്കാത്ത നിങ്ങളാണ് യഥാർത്ഥ പെണ്ണ്. അതുകൊണ്ടല്ല, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അയാൾ എന്നെ ബോംബെ കൊണ്ട് കറക്കിയില്ല. ഇന്നലെ കണ്ട അവളെ ബോംബെ കൊണ്ട് കറക്കിയില്ല. അതാ ഞാൻ പറഞ്ഞത്. അമ്മച്ചി വിഷമിക്കണ്ട, അമ്മച്ചി ഈ ലോകം മുഴുവൻ ഞാൻ കാണിക്കും. ആണോ? എങ്ങനെ കാണിക്കൂടാ? അപ്പുറത്തെ വീട്ടിലെ ചായപ്പിലാണെങ്കിൽ ഒരു ഭൂപടം ഉണ്ട്, ഞാൻ കൊണ്ട് കാണിക്കാം. അല്ല, അവിടുത്തെ അപ്പൂപ്പന്റെ വള്ളി നിക്കർ കഴുകിയിട്ട് ഉണങ്ങാനിട്ടേക്കുന്നത്. ശ്രീലങ്ക നോക്കിട്ട് കാണാൻ. എന്റെ മണ്ടത്തര വലിയോടാ, എന്റെ മണ്ടത്തരവാ. എന്താ ഈ വീട്ടിൽ ഇങ്ങനെ കിടക്കുന്ന എന്റെ മണ്ടത്തരവാ. മണ്ടത്തര ആട്ടാ ഈ പറഞ്ഞ വീട്ടിൽ കിടക്കുന്നത്. നീ ഈ കില്ലിക്കുറിശിന്ന് നീ കേട്ടിട്ടുണ്ടോ? കിള്ളിക്കുറിശിന്ന് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ തെക്കുറിശിന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ കണ്ടു വന്നാ ഞാൻ പറഞ്ഞത്. എടാ അതല്ലെന്ന്, ഇത് കില്ലിക്കുറിശി എന്ന് പറഞ്ഞ വലിയൊരു തറവാടാ. ഞങ്ങൾ പഴയ താമസിച്ച വീട്ടിലുണ്ടല്ലോ, അതിന്റെ അപ്പുറത്തുള്ള ഒരു തറവാടായിരുന്നു. എന്റെ അച്ഛനൊക്കെ അവിടെ തേങ്ങ ഇടാനൊക്കെ പോകും. ഞാനും പോവായിരുന്നു വല്ലപ്പോഴും ഒക്കെ തേങ്ങ പറക്കി എടുക്കാനൊക്കെ. രാഘവൻ രാഘവ പ്രഭു എന്താണ്ട് ഒരു വലിയൊരു തറവാടുകാരന്. അയാളുടെ മൂത്ത മോൻ പ്രഭാകരവർമ്മ, അയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നടാ. അയാൾ ഇടയ്ക്കൊന്ന് വീട്ടിൽ വന്ന് സൂചിപ്പിച്ചേ എന്റെ അച്ഛൻ എന്നെ കൊന്നേലും കണ്ടിക്കും. അവരുടെ വീട്ടുകാരറിഞ്ഞാൽ ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടുമെന്നായപ്പോൾ ഞങ്ങൾ അവിടെ വീടും സ്ഥലമൊക്കെ വിട്ടിട്ട് ഇങ്ങനെ പോരുന്നു. അത് മാത്രമല്ല, അയാൾക്കൊരു പണക്കാരി പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് എന്നെ വേണ്ട, എന്നെ അങ്ങ് മറന്നു. ഞാൻ വിടുവോ? ഞാൻ ചെന്ന് എൻ്റെ കല്യാണം വിളിച്ചിട്ട് പറഞ്ഞു നീ വന്ന് നോക്കടാ, നിന്നെക്കാട്ടി നല്ല തറവാടിത്തോളം പണമുള്ള പണക്കാരനെ ഞാൻ കെട്ടി, നീ എൻ്റെ ബംഗ്ലാവ് ഒരു ദിവസം വന്ന് കാണണമെന്ന്. അങ്ങനെ ചെന്ന് വിളിച്ചിട്ട് വന്നതാ ഈ ഞാൻ. വർമ്മ എങ്ങനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു, ഞാൻ വല്ല ഷവർമ്മ നിന്നോണ്ടിരുന്നേനായിരുന്നു. എൻ്റെ അടുത്തിരുന്നാലേ എൻ്റെ ജോലി ഒന്നും കിട്ടില്ല. അവിടെ നിന്ന് തിന്ന ആര് തിന്ന അങ്ങോട്ട്, എന്തോ അതിനെ നോക്കിക്കൊണ്ടിരിക്കുവേ. ഹലോ, അതെ പ്രഭാകരവർമ്മയാണ്. ഇല്ലേ ജോസ് പ്രകാശ്, നാളെ വൈകിട്ട് ബംഗ്ലാവിലോട്ട് വന്നാൽ മതി, ഞാനിവിടെ കാണും. ജോസ് പ്രകാശ് മോനെ, അങ്കിളിന്റെ വണ്ടിയെ എന്നിട്ട് ആ വാഗമറച്ചോട്ടില്ല പാർക്ക് ചെയ്തേക്കുന്നത്, കുഴപ്പമുണ്ടോ? അത് എന്നോട് ചോദിക്കണ്ട. പിന്നെ അതേ കുറെ കാക്കയുണ്ട്, അതിനോട് ചോദിച്ചത്. അതാ കാട്ടിക്കുന്ന സ്ഥലമാണ് ഡ്രൈവർ വണ്ടി മാറ്റിയിട്. കണ്ട കാക്കയ്ക്ക് കാട്ടിക്കാനല്ല 25 കോടി മുടക്കി ഞാൻ ആ വണ്ടി ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഭയങ്കര ഫെസിലിറ്റി ഉള്ള വണ്ടിയാണിത്. അറ്റാച്ച്ഡ് ബാത്റൂം വരെ അതിനകത്തുണ്ട്. കാക്കയ്ക്ക് പുറത്ത് തൂർത്തന്നെ കുഴപ്പം, ഇയാൾക്ക് അകത്ത് സാധിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. അല്ല ആരാ മനസ്സിലായില്ലായിരുന്നു? അല്ല നിനക്കെന്നെ അറിയില്ല, അതുകൊണ്ടല്ലേ ചോദിച്ചത് ആരാന്ന്. ഒറ്റയ്ക്കേ ഉള്ളൂ മോൻ. ഒറ്റയ്ക്ക് ഇതിപ്പോ 100 പേരുടെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്കില്ല കഴിച്ചത്. നീ തിന്നാൻ നല്ലത് അമ്മയില്ലേ? ഇല്ല, ഞാൻ സ്വയം പോവാ. ചുമ്മാ അല്ലടാ മോണഞ്ഞവനെ ഇങ്ങനെ കിടക്കുന്നത്, മറ്റേ കളിയാക്കുന്ന തമാശ. മോനെ, അങ്കിളിനെ മനസ്സിലായില്ല. അമ്മയെ വിളിച്ചാ മതി, അമ്മയ്ക്കറിയാം. കയ്യോടാത് ഇനി ഇവിടെ തരവില്ല. ചെറുക്കനെങ്കിലും നേരം വെളുത്ത എനിക്ക് ഒരു സൗകര്യം തരുന്നില്ല. ഇവന് എന്തിനാ അസുഖം? ഇവന് എന്തിനാ അസുഖം? എന്താടാ കോട്ടിട്ട് ഒരാള് നമ്മുടെ വീടിനകത്ത് കയറിയിരിക്കുന്നു. പിന്നെ കോട്ടിട്ട് എന്താ ഐക്യരാഷ്ട്രസഭ നടക്കുമല്ലേ? കോട്ടിട്ട് വരാം. എനിക്ക് വിശ്വാസമില്ല. ചുമ കേട്ടോ, ചുമ കേട്ടോ. യോ, ഒരു വീടിക്കറിയില്ലാത്ത നല്ല ഒന്നാന്തരം ചുമ. എനിക്ക് പേടിയാവുന്നടാ. 1.5 കൊല്ലമായി നമ്മളിവിടെ കുടിയേറി പാർത്തിട്ട് ഇവിടെ നിന്നാണ് ഇറക്കി വിടാൻ വല്ലവരും വന്ന. നീ എന്നെ ചെന്നത് അമ്മയല്ലോ. നീ പറ, അമ്മ പാവം വന്നു. എനിക്ക് വന്ന പോലെ പറന്നു പോയടാ. ഹലോ, പ്രഭാകരവർമ്മ അദ്ദേഹത്തിന് എന്ത് തോന്നി ഇങ്ങോട്ട് വരാൻ? എന്തോ നീ വിളിച്ചത്? പ്രഭാകരവർമ്മ അദ്ദേഹം കൊള്ളാം. 36 വർഷം മുമ്പുള്ള ഒരു സായികുമാറിനെ ഞാൻ ഓർത്തു പോവുകയാണ്. സായം സന്ധ്യ. അതെ, സായം സന്ധ്യ ഞാൻ ഓർത്തു പോവുകയാണ്. അന്നൊരു ത്രിസന്ധി സമയത്ത് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഞാനൊരു പെണ്ണിനെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ. ആ കിടാവിളക്കിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് നീ എന്നെ നോക്കി വിളിച്ചു, പ്രഭേ പ്രഭേ. നിന്റെ ആ പ്രഭാവിളിയിൽ വിളക്ക് കെട്ടു. കിടാവിളക്ക് ഊതിക്കെടുത്തുന്നോടാ മാറിയെന്നും പറഞ്ഞിട്ട് കത്തിച്ചു വെച്ച സാമ്പ്രാണിക്കൂട്ടമെടുത്ത് ഉടുപ്പിടാതെ നിന്ന തിരുമേനി
എന്റെ നെഞ്ചത്ത് കുത്തി. സാമ്പ്രാണിയുടെ പാടുമായി വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നെഞ്ചത്ത് എവിടെ നിന്നാടാ ട്യൂട്ടർ ഫിറ്റ് ചെയ്തേക്കുന്നത്? ആ പ്രഭയെ നീ മറന്നു അല്ലേ? മറന്നോ? ഇപ്പൊ കുറ്റമല്ലേ ഈ വിജയമ്മയ്ക്കല്ലേ? നിങ്ങളൊരു പണക്കാരിയെ കണ്ടപ്പോ ഈ പാവപ്പെട്ടവളെ മറന്നില്ലേ? പിന്നെ എന്തോനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അച്ഛനും അമ്മയും കൂടെ കാരണവന്മാരും എല്ലാം കൂടെ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാതെ കട്ടൻ തിട്ടം നിന്ന് ഞാൻ പിന്നെന്തോ ചെയ്യാനാണ്? നിനക്കറിയാമോ, കാരണവന്മാരെല്ലാം കൂടെ നിന്നെ കൊല്ലാൻ നോക്കിയതാ. കൊല്ലട്ടായിരുന്നു. എടി ഞാൻ കാരണമാണ് നിന്നെ കൊല്ലായിരുന്നു. ഞാൻ പറഞ്ഞു പേടിപ്പിച്ചു. എന്തുവാ? നീ ചത്തു കഴിഞ്ഞാൽ യക്ഷിയായിട്ട് വന്ന് പഴയ സിനിമയ്ക്കകത്തെ പോലെ എല്ലാരും ചോറ് കുടിക്കും, അതുകൊണ്ട് അവളെ കൊല്ലല്ലെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? നീയാടെ ഭയങ്കര ബുദ്ധി. ഇപ്പൊ നിങ്ങളുടെ കാരണവന്മാർക്ക് എന്റെ ദേഹത്തൊന്ന് തൊടാൻ പറ്റുമോ? എന്താണ്? അവര് പേടിക്കും. കാരണം ആണത്തോള്ള വീര്യവും ശൂര്യവും ഉള്ള ഒരു ആൺകുഞ്ഞിനാ ഞാൻ ജന്മം നൽകിയത്. അവനിവിടെ ഉണ്ട്. അവനാരെയും പേടിയില്ല. അവൻ ചട്ടേ നിൽക്കും. മോനെ, മോനെ, ഇവിടെ വരെ വന്നേടാ. വന്നത് ആരെയും വെല്ലുവിളിക്കാനൊന്നുമല്ല, പിന്നെ എന്റെ മോളുടെ കല്യാണം ക്ഷണിക്കാൻ വന്നാണ്. ഓ, മോള് ആ പണക്കാരിയുടെ മോളല്ലയോ? വരണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്താ മോന്റെ പേരെന്താ? നന്ദൂട്ടൻ. ഞണ്ടുകൂട്ടാനോ? നന്ദൂട്ടനല്ലേ? നന്ദൂട്ടന്. എന്താ കഴിച്ചിട്ടിരിക്കുക? ഇപ്പൊ പടുകിഞ്ഞ് കഴിഞ്ഞിട്ടിരിക്കുക. ടീച്ചറുടെ കാര്യമല്ല ചോദിച്ചത്. പഠിത്തം, ജോലി, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോന്നാ ചോദിച്ചത്? ഇല്ല, ജോലിക്ക് ഞാൻ ഇവിടെ മനഃപൂർവ്വം വിടത്തില്ല. എന്താണ്? കണ്ണിന് ചെറിയൊരു അസുഖം എന്റെ കുഞ്ഞിന്. കണ്ണിനോ? ഉം. ദൂരക്കാഴ്ച കുറവുണ്ടോ? ദൂരക്കാഴ്ച കുഴപ്പമൊന്നുമില്ല. ഞാനാ പുതിയതായിട്ടൊരു ഒരു ഗ്രഹം കണ്ടുപിടിച്ചത്. ആ, ഇവന് കൃഷ്ണമണി ഇല്ല അതാ. ഞാൻ മേലോട്ട് നോക്കിയേ അത്. ആണോ? അല്ല, ഇവന്റെ കണ്ണിന് അസുഖം വെച്ചോണ്ടിരിക്കരുത്. ഒരു ഡോക്ടറെ കണ്ട്, കാരണം ചെറിയ പ്രായമല്ല. ഇല്ല, ഇതിന് മരുന്നില്ല. അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് പോകുന്ന പെണ്ണുങ്ങളെ വായ്നോട്ടം. ആ നോട്ടം. അതുകൊണ്ടാണ് ഞാനായിട്ട് ഇവനെ വിടാത്തതാ. നിനക്ക് എങ്ങ് പോവാ. ആരാന്ന് മനസ്സിലായില്ലയോ? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? പ്രഭാകര വർമ്മ അദ്ദേഹം. ഏനാ പന്നനാടാ. അമ്മയുടെ ബെസ്റ്റി. അതൊക്കെ പണ്ട്. ചായ കൊടുക്കണേ അങ്കിളിന്? വേണ്ട 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 വേണ്ട. എന്താ ചായ? വിശപ്പൂല്ല. അത് വിഷുവിനല്ലയോ? എന്തുവാ വിഷുപ്പൂ? വിഷുപ്പൂന്നല്ലേ പറഞ്ഞേ? വിശപ്പില്ലെന്നിരിക്കും. ഓ, വേണ്ടടാ വേണ്ടടാ, നിർബന്ധിക്കണ്ട. ഇവരൊക്കെ വലിയ തറവാട്ടുകാരാ. നമ്മുടെ ഈ കൊട്ടിലി വന്നു കഴിഞ്ഞ ഇവര് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അപമാനം. പണ്ട് എത്ര ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി അടുക്കളയിൽ നിന്ന് പഴങ്ങി കുടിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ആണല്ലോ. നിർബന്ധിക്കല്ലേ, ഇവിടെ പാലില്ല. പറഞ്ഞു കേറ്റുവാ. വേണ്ട വേണ്ട വേണ്ട. നിങ്ങളുടെ അഭിമാനം വിട്ടൊരു കളി വേണ്ട. ചായയും കുടിക്കണ്ട. ഞങ്ങള് പാവങ്ങളാന്നേ. ഇവള് എങ്കില് ഒരു ചായ, വെള്ളം കുറച്ച് മധുരം കൂട്ടി അടിക്കാതെ പറഞ്ഞു. എടുത്തു. അങ്കിളിന് പോയി ചായ ഇടും. നീ അല്ലേ പറഞ്ഞേ? അവൻ ചായ ഇടും. ആണോ? ഞങ്ങള് കുറച്ച് പഴയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെ, ആക്രി കാര്യങ്ങളാണ്. പഴയ കാര്യങ്ങൾ, ഞങ്ങളുടെ മെമ്മറീസ്. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ ജീവിതമൊക്കെ? എങ്ങനെ പോകുന്നു? ഇവനെന്തിനും ഞാൻ വേണം. എവിടെ പോയാലും ഞാൻ വേണം. സ്നേഹം കൊണ്ടാ. ആണോ? അമ്മോ എവിടോട്ടിരിക്കണേ. പിന്നെ എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നിട്ടുണ്ടോ? നീ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ചായ എനിക്ക് കൊടുക്കുന്നു. ഉണ്ടാക്കി കൊടു. ആ കഞ്ഞിവെള്ളത്തിന് പഞ്ചാര ഇട്ട് കൊടു. കഞ്ഞിവെള്ളത്തിന് അതിന് പഞ്ചാര തേരപ്പൊടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞാ ഞാന്. നിന്നോട് ഞാൻ പറഞ്ഞോ വന്നപ്പോഴത്തേക്ക് അവനൊക്കെ സൽക്കാരം തുടങ്ങിയേക്കുന്നു. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് പൊക്കോണം. ആ പൊക്കോ. വേണ്ട, പോയി പാല് മേടിച്ചോണ്ട് പോ. അതുകൊണ്ടോ എനിക്ക് ഞാനിവിടെ ഒറ്റയ്ക്കാണേ. എന്തോ? ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണേ. കുഴപ്പമില്ല. സമയം പോകാൻ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ക്ലോക്ക് ഉണ്ട്. അത് കുറച്ചേരം നോക്കിക്കൊണ്ടിരിക്കും. അല്ല, ഞാനേ പത്രമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വായിച്ചേ സമയക്കളായിരുന്നു. പത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലെങ്ങനെ സ്ഥിരം? ആ, ഇത് ഞങ്ങള് ഭയങ്കര വായനക്കാരാ കേട്ടോ. പഞ്ചാര മേടിച്ച പത്രം ഇതങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് വായിക്കട്ടെ. കൊണ്ടുപോയി ഇപ്പൊ ചായ ഇട്ടോട്ട് വരാം. ആണോ? പിന്നെ ഉച്ചയ്ക്ക് എന്താ ഇവനിപ്പോ പോവും. പോയി മേടിച്ചോണ്ട് വരാം. പോയി മേടിച്ചോണ്ട് വരാ. ഗാന്ധിജി നാളെ ഇലന്തൂരിൽ വരുന്നു. കാണാൻ. അതെ, നാളെ ഗാന്ധിജി ഇലന്തൂര് വരുന്നുണ്ട്. ഞാൻ പോകുന്നുണ്ട്. വരുന്നോ? നാളെയോ? അയ്യോ, 1920 പത്രം. അന്നാ ഇവിടെ അവസാനമായിട്ട് പഞ്ചസാര വാങ്ങിച്ചേ. ഇത് ഞങ്ങളെ പോയി മേടിയറാ. കഴിക്കാനും എന്തെങ്കിലും മേടിച്ചോട്ടോ. കഴിക്കാനോ? നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിയ. 3 സിപ്പ് വാങ്ങിക്കട്ടെ. കേക്ക് മേടിച്ചോണ്ടോ? പോയി കേക്ക് മേടിയ. കേക്ക്. ചായയുടെ കാര്യം എന്തെങ്കിലും ആയോ? ചായ അല്ല, അവൻ എന്തെല്ലാം കാണിക്കുമെന്നറിയാമോ? ബലൂൺ വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കും. കുപ്പി വെച്ച് ഇങ്ങനെ കാണിക്കും. വേറെ സ്റ്റെപ്പ് കാണിച്ചടാ. വേറെ കാണിച്ചേ. വിടക്കല ഇവരെ ഇത് പഠിപ്പിക്കണം കേട്ടോ.
ഇവനെ പഠിപ്പിക്കണം, ഇതിന് കോഴ്സൊക്കെ ഉണ്ട്. ആന്നില്ലയോ? ഇതെന്താ നിങ്ങൾ കഞ്ഞിയും കറി കളിക്കുവാണോ? അല്ല ഇത് ഒറിജിനൽ അടുക്കള, ഞങ്ങളിങ്ങനെ. അടുക്കളയാണോ? ഇതാണ് അടുക്കള. ഇതൊക്കെ ഒന്ന് വലുതാക്കണമെന്ന്. ഇതിന് വലുതാക്കാൻ പറ്റത്തില്ല, ഉരുക്കി ചെറുതാക്കാനേ പറ്റത്തുള്ളൂ. കുപ്പിയുടെ കാര്യമല്ല, ഈ അടുക്കളയൊക്കെ ഒന്ന് വലുതാക്കണമെന്ന്. അടുക്കള അല്ലേ? അല്ല, നമ്മുടെ വീട്ടിൽ ഞാനേ ഈ അടുക്കള ഒന്നും കയറത്തില്ല, അതിന്റെ ആവശ്യമില്ല. വേലക്കാരുണ്ടല്ലോ, പെണ്ണുങ്ങള് കയറി ഉണ്ടാക്കും. ഇരുന്ന് തിന്നേച്ചാ മതി. അതെ അതെ അതെ. ഇതെന്താ സാധനം? ഇതേ ഊതുമ്പോ തീ കത്തുന്നത്. ആണോ? നോക്കട്ടെ. കത്തിയില്ലല്ലോ. അടുപ്പി വെച്ച് ഊതണം, അന്നേരം അടുപ്പി തീ കത്തുന്ന പറഞ്ഞു. അടുപ്പില് ഹായ് ജാക്ക് ഫ്രൂട്ട് സീഡ്. അതെ അതെ അതെ. ചക്കക്കുരു. ചക്കക്കുരു. അതെ ചക്കക്കുരു. ചുമ്മാ വെച്ച് കിളിപ്പിക്കാനൊക്കെ ഉണ്ട്. കിളിപ്പിക്കാൻ വെച്ചേക്കോ. ആ, അങ്ങനെ കിളിപ്പിച്ച് പോറടിക്കുമ്പോ ഞങ്ങൾ എടുത്ത് ചുരണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ വെച്ചേക്കുക. എങ്കിലേ ഞാൻ സർപ്രൈസ് തരട്ടെ. എന്താ? ഞാൻ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കി തരട്ടെ നിങ്ങൾക്ക്? ഓ ഗ്യാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഗ്യാസ് ഇല്ല. അത് കഴിക്കുമ്പോ വന്നോളൂ. അതല്ല, ഇവിടെ ഗ്യാസ് ഒന്നും ഇല്ല. ഈ വിറക് വെക്കുന്നത് വേണ്ട. അങ്കിള് അഴുക്കാവ് വേണ്ട. അത് സാരമില്ല, എനിക്കറിയാലോ. ഞാൻ ഈ തറവാട്ടിൽ ചെറിയ ചെറിയ എന്റേതായ സമയങ്ങളിലേ കേറി ഒരു കലക്ക് കലക്കും, എല്ലാവർക്കും കൊടുക്കും. നിങ്ങൾ അവിടെ പോയി ഞാൻ ഉണ്ടാക്കാം. എന്താ നാണം? എന്തടാ, എന്റെ വീടല്ലേടാ ഇത്. ചെല്ലേ നോക്കട്ടെ. അല്ല, ഞാൻ സഹായിക്കാം. വേണ്ട. അമ്മയുടെ സഹായിക്കുന്നു. അമ്മയുടെ സഹായിക്കുന്നേ വേണ്ട. എന്താ? എന്തിന്? അയ്യോ അയ്യോ, അത് മാറ്റി. അയ്യോ, അതിനു വേണ്ടി നിന്നാണ് ഇവിടെ. ഇതൊന്ന് പിടിച്ചടാ. പണ്ട് ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ ഇത് ചിരണ്ടുന്ന സംഭവം ഞാൻ കണ്ടിട്ടില്ല. അങ്കിൾ അറിയാം ഇതൊക്കെ. പിന്നെ സംഭവം നമുക്കറിയാവുന്നില്ലേ. ഇത് ഞാട്ടെടുത്തട്ടെ. ആ, ഇത് ഞാട്ടെ. അങ്കിളെ, എന്ത് ഫോൺ ഉണ്ടോ? ഫോണുണ്ടല്ലോ. എന്റെ ലോക്ക് എന്നിട്ട് തരാമോ? അതിന് ലോക്കില്ല, അതിന് ദൈവങ്ങളുടെ പടം മാത്രമേ ഉള്ളൂ. അത് ലോക്കിന്റെ ആവശ്യമില്ല. എന്തൊക്കെ മതി. അയ്യോ, ഇത്ര പെട്ടെന്ന് പോണോ? എന്തുവാടാ ഇത്? ഇത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ അതിനകത്ത്. എന്തൊക്കെയാലും കാണാവോ? എന്നാ ആ ഗൂഗിളിനകത്തോട്ടെ നിന്റെ തന്തപ്പടി ഇപ്പൊ അവിടെ എന്തോ കൊടുക്കൊന്ന് നോക്കിക്കേ. അത് കാണാൻ പറ്റത്തില്ല. അതിന് വിക്കിപീഡിയ ഇല്ല. വിക്കിപീഡിയ കളഞ്ഞത്. മുളക് പൊടി എവിടെ ഇരിക്കുന്നേ? മുളക് പൊടി ആ പേപ്പർ പൊതി അവിടെ തന്നെ ഉണ്ടല്ലോ. അതെ, നല്ലപോലെ ചിരണ്ടി കഴുകി വെക്കണേ. ഞാൻ അങ്ങനെ ഇച്ചിരി വൃത്തിയും വെളുപ്പൊക്കെ ഉള്ള കൂട്ടത്തിൽ. അമ്മ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറമേ. ഒരു ഗ്ലാസ് വെള്ളം. കുഞ്ഞിന് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുക്കണേ. ചാടി ചാടി നിക്ക് കേട്ടോ. ഈ ഗ്ലാസ്സിനെ ആരും കൊണ്ടുപോകും? അതുകൊള്ള കഴുകി വെക്കണം കേട്ടോ. ഇതുണ്ടോ? ഇതുണ്ടോ അമ്മേ? എന്തുവാ? മല്ലിപ്പൊടി എവിടാ? ഇത് ഇത്ര അറിയത്തില്ലയോ അങ്ങോട്ട്? കയ്യെത്തുന്നിടത്തുണ്ടല്ല. ഇനി മല്ലിപ്പൊടി എവിടാ? ചൂടുവെള്ളം വെക്കണേ, എനിക്ക് കുളിക്കാനെ കൊണ്ടും. ചൂടുവെള്ളം വേണോ? ചൂടുവെള്ളം വേണം. കാലൊന്നും മേലെ എന്ത് വരക്ക നീ മാറിയെന്ന് കളി. എനിക്ക് വയ്യ. എനിക്ക് വെള്ളരിക്ക ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ അതിനകത്ത്? എത്ര നേരമായി അടുക്കള കയറി നിരങ്ങാൻ തുടങ്ങിയിട്ട്? എത്ര നേരമായി? എന്റെ കുഞ്ഞിന് വിശക്കുന്നെന്ന് എന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. കുറെ നേരം കൊണ്ട് കുഞ്ഞോടും എന്തുമായി? കഴിക്കാൻ വരാനോ? നിക്ക്, ഒരു 2 മിനിറ്റ് കൂടെ. കഷ്ടമാട്ടോ, ഇത് വലിയ കഷ്ടമാണ്. നിങ്ങളെ കൊണ്ട് ഭയങ്കര കഷ്ടമാണ് ഇവിടെ. ഏറ്റവും പോയല്ലോ ഇത് സംഭവം. എന്താ കാണിക്കോ ഇത്? എന്താ കാണിക്കും? ഇങ്ങനെ ഉണ്ടാക്കുന്നത്? എന്റെ കഷ്ടത്തിന് ഞാൻ മനുഷ്യൻ വീട്ടിൽ കയറ്റി വെച്ചത്. ഇങ്ങനെയാണ് ഒരു വീട്ടിൽ വന്ന് നശിപ്പ് കാണിക്കുന്നത്. കൊണ്ടുപോയത് ഞാനത് ഉണ്ടാക്കുന്നത്. എന്ത് പൊക്കണം കേട്ടോ. ഇപ്പൊ ഇറക്കണം ഇവിടുന്ന്. ഇപ്പൊ ഇറക്കണം. പാവം ഇല്ലയോ? ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞോണ്ടൊന്ന് വിളിച്ച് കയറ്റിയപ്പോഴത്തേക്ക് കാണിച്ചു വെച്ചേക്കുന്നുണ്ടോടാ? കാണിച്ചു വെച്ചേക്കുന്നത് വേണ്ട 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 വേണ്ട. എന്തോ നശിപ്പാ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് അറിയാവോ? നമ്മളിനി എന്ത് ചെയ്യും ഇവിടെ ഉച്ചയ്ക്ക്? നമ്മളിനി എന്ത് ചെയ്യും? നാളൊരുത്തരാന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചില്ല. എന്നെ അറിയാൻ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കഷ്ടമെന്നോ? ഈനാന്ന് ഒരു വീട്ടിൽ വന്ന് കാണിക്കുന്നത്? കരിഞ്ഞു പോയെന്ന് എന്ന് തോരഞ്ഞില്ല. ഇന്ന് കരിഞ്ഞ ചക്കുക്കുരു കൂട്ടാൻ നല്ല സാധനമായിരിക്കാം. ആ വേണ്ട 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 വേണ്ട. എന്തിനാ ദൈവമേ ഈ പുകയ്ക്കകത്തിട്ടല്ലേ? ഇറങ്ങുന്നില്ല. അപ്പോ അതാ നല്ലത്. ചക്കക്കുരു കരിഞ്ഞെങ്കിലും കല്യാണത്തിന് വരാതിരിക്കല്ലേ വിജയമ്മേ? എന്തോ വരുന്നത് കല്യാണത്തിന്?
കല്യാണത്തിന് വരത്തില്ലേ? വരത്തില്ല. കല്യാണം കഴിഞ്ഞ മോളങ്ങ് പോവും. ആ. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കാ അവിടെ. ആ ഞങ്ങളുടെ പണക്കാരി പെണ്ണുപിള്ള എന്തിയേ? മൂക്കി വലിച്ചു കയറ്റിയോ? ആ ഇട്ടിട്ട് പോണം. നിങ്ങളുടെ സ്വഭാവത്തിനെ അവളെന്നല്ല എല്ലാരും ഇട്ടിട്ട് പോകും. പിന്നെ നിങ്ങൾ കൂടെ വരുവാന്നേലേ നമുക്ക് ഒരുമിച്ച് അവിടെ താമസിക്കാം. ചെറുക്കനെ എന്തെങ്കിലും പഠിക്കാനൊക്കെ വിടാം. ഒറ്റാട്ടിന് വീട്ടുമുറ്റത്ത് ചെല്ലുന്നതിന് പൊക്കോണം. നിങ്ങളുടെ ബംഗ്ലാവ് പണമൊന്നും എനിക്ക് വേണ്ട കേട്ടോ. ആഹാ എനിക്ക് ഇതന്നെ മതി. ഇവിടെ കിട്ടുന്ന സന്തോഷവും സമാധാനവും ഒന്നും നിങ്ങളുടെ ബംഗ്ലാവിൽ കിട്ടത്തില്ല. വല്ല പേമാരിയോ ഭൂകമ്പോ വന്ന ഇറങ്ങി നിന്ന് ഇതൊന്ന് തട്ടിക്കളഞ്ഞാൽ മതി. ആ സംരക്ഷണവും നിങ്ങളുടെ അവിടെ കിട്ടത്തില്ല. മര്യാദക്ക് പൊക്കോണം ഇവിടുന്ന്. ഞാൻ പോവാ. അവിടെ നിന്നെ വരുന്നോ? കൊടുക്കടാ അത്. കൊടുക്കടാ കൂറ കൊടുക്ക. അപ്പൊ എന്റെ കോട്ട് നിനക്ക് വേണ്ടല്ലയോ? ഞങ്ങളുടെ പാവപ്പെട്ടവർക്ക് കോട്ട് വേണ്ട, പിന്നെ പട്ടണി പിടിച്ച് ഇങ്ങനെ കോട്ട് വായിട്ടോണ്ട് ഇങ്ങനെ നിൽക്കാമോ? നല്ലൊരു ഉഗ്ര കൈയടി, നല്ല കിടുക്കൻ സ്കിറ്റായിരുന്നു. ആദ്യം നസീർക്കന്നെ പറയട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഐറ്റം? മനോജ്, സുമി, അജീഷേ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായ ഒരു ഐറ്റം ഇത്രയും ചിരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു രക്ഷയില്ലാതെ ചിരിച്ചു പോയൊരു ഐറ്റമാണിത്. അതേപോലെ സുമി എന്താ സുമി കാട്ടിക്കൂട്ടുന്നത്? സുമി ഒരു രക്ഷയില്ല കേട്ടോ. സുമിയുടെ ഓരോ ദിവസം ചെല്ലും തോറും, ഓരോ എപ്പിസോഡ് കഴിയും തോറും സുമി ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട് വരികയാണ്. അത് ഉള്ളിലേ ഉണ്ടാവാവുള്ളൂ. നമ്മൾ നന്നായി എന്നുള്ളത് നമ്മുടെ ഉള്ളിലേ ഉണ്ടാകാവുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അത്രയ്ക്കും വളർന്നു വരുന്നുണ്ട് സുമി ഇവിടെ എങ്ങും നിൽക്കേണ്ട ഒരു ആർട്ടിസ്റ്റല്ല. ഗംഭീരമായിട്ട് സിനിമാ മേഖല കാത്തിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അവിടെ എത്തും. അതേപോലെ മനോജ്, അതേപോലെ അജേഷ് ഗംഭീരമായിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വർണ്ണിക്കാൻ അറിയില്ല. പറഞ്ഞാൽ ഒരുപാട് നേരം വർണ്ണിക്കണം. ഇനി രണ്ടുപേരും കൂടെ ഇരിപ്പുണ്ട്. എന്താ സുമി കരഞ്ഞേ? അഹങ്കരിക്കല്ലെന്ന് പറഞ്ഞില്ലേ? അഹങ്കാരം അല്ലെന്നല്ല, അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ എന്തായാലും ഒന്നും ആയില്ല എന്നുള്ള തോന്നലേ നമുക്കാകാവുള്ളൂ. അത് ഞങ്ങളൊക്കെ പഠിച്ച അനുഭവങ്ങളാണ് കേട്ടോ. അങ്ങനെ വിചാരിച്ച പലരും പല സ്ഥലങ്ങളിലും ഒതുങ്ങിയിരിപ്പുണ്ട്. നമ്മളൊന്നും ആയിട്ടില്ല, നമ്മൾ ഇനിയും വളരാൻ കിടക്കും. ദാസേട്ടനെ പറയുന്ന പോലെ ഞാൻ സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല, ഇനിയും പഠിക്കാൻ കിടക്കുകയാണെന്ന് പറഞ്ഞ പോലെ അതാണ് നമ്മുടെ ഏത് കലാകാരന്മാരുടെയും ജീവിതത്തിൽ വേണ്ട ഒരു മെയിൻ ഘടകം. അതാണ്. അങ്ങനെ ചിന്തിക്കുക മാത്രം. അത് നിങ്ങളോട് മാത്രമല്ല, എല്ലാ ടീമിനോടും. കറക്റ്റാണോ? അങ്ങനെ തന്നെ വേണം. അങ്ങനെ തന്നെ ആയാലും നമുക്ക് മുമ്പോട്ടുള്ള വഴികൾ ഓപ്പണായിട്ട് തുറന്ന് വന്നിരിക്കും. അതാണ് വിധി എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഇങ്ങനെ തന്നെ ഒരാൾ ഇതേപോലത്തെ സ്കിറ്റുകളെ കൊണ്ടുവരാൾ ഇതേപോലെ ചിരിപ്പിക്കണം. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. 3 പേരും ഗംഭീര. അതേപോലെ അജേഷ് ചാരി ഇരുന്നുണ്ട്. എന്തിനാ ഈ പോയിക്കാത്തിട്ട് എന്നെ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും മാറി ഇരുന്നുള്ള നിങ്ങളുടെ ടോൺ മാറുന്നത്. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ബാക്കി പ്രേക്ഷകർ കണ്ട് മനസ്സിലാക്കി ചിരിക്കട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ചേട്ടാ, ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ റിഹേഴ്സ് ചെയ്തപ്പോൾ ഈ പ്രോപ്പർട്ടിയും ആക്ടിവിറ്റീസും വെച്ചിട്ടാണോ റിഹേഴ്സ് ചെയ്തത്? അല്ല നമിക്കണം കേട്ടോ നിങ്ങൾ. അത് ഒരു സാധനം മിസ്സാക്കിയിട്ടില്ലെന്നുള്ളതാണ്. എന്താന്ന് പറയട്ടെ, ഒരു സിനിമയിൽ നമ്മളൊരു സീൻ കമ്പോസ് ചെയ്യുമ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് പറയും. പക്ഷേ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിനെ ആ ആക്ടിവിറ്റീസ് ഹോളിവുഡ് സിനിമയിലൊക്കെ കാണാൻ പറ്റും. നമ്മൾ വരുന്നു, ഗ്ലാസ് എടുക്കുന്നു, വെള്ളമൊഴിക്കുന്നു, സംസാരിക്കുന്നു. ഇതൊന്നും അതിനു മുമ്പ് അവർ ചെയ്തിട്ടുണ്ടാവില്ല. ആ റേഞ്ചിലാണ് നിങ്ങൾ ചെയ്തത്. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയാം. നമ്മൾ ഇപ്പം എൻ്റെയും ബിജുക്കുട്ടൻ്റെയും പക്രൂൻ്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റാണ് സുബി എന്ന് പറഞ്ഞിട്ട്. സുബി ഇപ്പം ഇല്ല, നമ്മളോടൊപ്പം ഇല്ല. പക്ഷെ അതിനുശേഷം എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സുമി. നമ്മൾ കണ്ണ് തള്ളിയിരിക്കണം. ഞാനിവിടെ അർജുൻ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ ഇതാവുന്നത് കൊതി തോന്നുന്ന, അസൂയ എന്ന് പറയുന്നില്ല, കൊതി തോന്നുന്ന അഭിനയമാണ് സുമി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ചില സംഭവങ്ങളൊക്കെ നമുക്ക് സുബിയുടെ പോലെ നമുക്ക് തോന്നിക്കുകയാണ്. പക്ഷെ അതിന്റെ മുകളിലാണ് സുമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുമീനെ എൻ്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ എനിക്ക് സുബീനെയാണ് ഓർമ്മ വരുന്നത്. കാരണം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന ഒരു ടാലന്റ് തിരിച്ചു വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മളെ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പേരുടെ പരിപാടികൾ നമ്മൾ മുന്നിലിരുന്ന് കാണുന്നു, അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നു. പക്ഷേ ഞാൻ പറയില്ല, എന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സുമി. അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ എങ്ങും നിൽക്കേണ്ടതല്ല. പക്ഷേ നമ്മൾ എന്താണ്, ഞാൻ വന്ന അന്ന് മുതൽ ഒരുപാട് കലാകാരന്മാരുടെ ഉയർച്ചയും താഴ്ചയൊക്കെ കണ്ടിട്ടുണ്ട്. സുബിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എവിടെ ചെന്നാലും ഇപ്പോൾ ലാലേട്ടൻ്റെ ഒപ്പമാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. അത് ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയല്ല, എൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ചത്. അപ്പോഴും സുബിക്ക് ഇഷ്ടം ഈ വേദിയും
ഈ പ്ലാറ്റ്ഫോം അതിൽ കിട്ടുന്ന ഒരു അംഗീകാരം ലോകത്ത് ഒരിക്കലും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫെയിം എന്ന് പറയുന്നത് ലോകത്തുള്ള 3.5 കോടി ജനങ്ങളുടെ മനസ്സിലേക്കാണ് ചെല്ലുന്നത്. ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ അഭിനയിക്കുന്ന നടികളെ പോലും മറന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ സുമി അവരുടെ മനസ്സിൻ്റെ ഒരു കഥാപാത്രമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് നല്ലൊരു ടീമിൽ വരാൻ സാധിച്ചു എന്നുള്ളതാണ്. മനോജിൻ്റെ അജീഷിൻ്റെ ഇടക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഭാഗ്യമുള്ളൊരു ടീമിൽ നമ്മൾ വെക്കുന്ന പ്ലേറ്റ് കറക്റ്റ് അല്ലെങ്കിൽ കാര്യമില്ല. എന്ത് നല്ലത് വിഭവം വിളമ്പിയിട്ട് കാര്യമില്ല. അതും ഐറ്റം വേറെ എന്ന് പറഞ്ഞാൽ ഹിറ്റായിട്ടുള്ള 4 ആൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. കാരണം നമ്മളൊക്കെ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതാണ് ഒരു ഷോ അംഗീകരിക്കപ്പെടാനായിട്ട്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ സാധിച്ചതിലും ഏറ്റവും വലിയ ഭാഗ്യമാണ്. ദൈവത്തിനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഞാൻ വേദിയിലേക്ക് വന്നിട്ട് ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ. കാരണം കോൺവെർസേഷനും ആക്ടിവിറ്റിയും പ്രോപ്പർട്ടിയും വെച്ചിട്ട് ഇത്ര ബ്രില്യൻ്റ് ആയിട്ട് ഒരു സ്കിറ്റ് ചെയ്യണമെങ്കിൽ നിസ്സാര പരിപാടിയല്ല, നിസ്സാരമായിട്ടുള്ളൊരു സബ്ജക്റ്റ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ മനോജിനെ കാണുന്നത് ഇവിടെ വെറും ഒരു പ്രേംകുമാറിന്റെ ഡൂപ്പായിട്ട് വന്ന ഒരാളുടെ വളർച്ച അതിശയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഈ സ്കിറ്റ് ഇങ്ങനെ കളിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെ ഉണ്ടോ. ഒരിക്കൽ കൂടി ഞാൻ കെട്ടിപ്പിടിച്ചോളൂ. താങ്ക് യു ചേട്ടാ. നല്ല മനോഹരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു സ്കിറ്റായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ആര് എഴുതി തന്നാലും ഇത് ആര് സംവിധാനം ചെയ്തു തന്നാലും എനിക്ക് തോന്നുന്നു ഒരു 75% നിങ്ങൾ 3 പേരുടെ കഴിവ് തന്നെയാണ്. ഇപ്പോൾ ഒരു ചെറിയ സാധനം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സ്റ്റേജിലേ പറ്റുള്ളൂ. അത് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ആ വളർച്ച നമ്മളിവിടെ കണ്ണുകൊണ്ട് കണ്ട് എനിക്ക് കുറച്ച് എന്താ പറയണം, നിങ്ങൾ തമാശ കാണിച്ചെങ്കിലും നിങ്ങളുടെ അടുക്കളയിലേക്ക് കയറിയപ്പോൾ കുറച്ച് സെൻറ്റി ആയിപ്പോയി ഞാൻ, അല്ലേ? ചിലയിടത്തൊക്കെ അല്ലേ ഒരു സെൻറ്റി സംഭവമുണ്ട്. എനിക്ക് അടുപ്പിലെ ചാരത്തിന്റെ മണം കിട്ടി നമുക്ക്. സത്യമായിട്ടും ആ ഊതലും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഊതിയെങ്കിൽ എനിക്ക് പെട്രോൾ എടുക്കായിരുന്നു. കാരണം അത്രക്ക് തീയില്ല, ഊതി അങ്ങനെ കുഴിയായിപ്പോയി. ഇതൊക്കെ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇത് ഓരോന്നും എടുത്ത് പറയാനുള്ള കാരണം ഓരോന്നും നിങ്ങൾ ഓരോരുത്തരും കറക്റ്റായിട്ട് ചെയ്ത് അത് ഭയങ്കര വലിയ സംഭവമാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അട്ടഹസിച്ച് നമ്മളിവിടുന്ന് ചിരിച്ചെങ്കിലും നിങ്ങൾ ഭയങ്കരമായിട്ട് ഫീൽ ഗുഡായിട്ടാണ് 3 പേരും അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫീൽ ഗുഡ് സ്കിറ്റാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യമാണ്, നിങ്ങൾ ആര് നിങ്ങൾക്ക് ഇത് സ്കിറ്റ് എഴുതിയാലും സംവിധാനം ചെയ്താലും അതൊന്നുമല്ല, അത് 25% ഉള്ളൂ. ഞാൻ അവിടെ താത്തി പറഞ്ഞല്ല, പക്ഷേ 75% നിങ്ങളുടെ കൈകളിലായിരുന്നു. അത് നിങ്ങൾ 100-150 വിജയിപ്പിച്ചു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഐശ്വര്യമായിട്ട് തിരിച്ചേട്ടൻ തന്നെ മാർക്ക് കൊടുത്ത് തുടങ്ങട്ടെ അല്ലേ? അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ട് ടിനി കൊടുക്കട്ടെ. ഞാൻ ഒത്തിരി സന്തോഷിച്ച ഒരു ദിവസമാണ്. നല്ലൊരു എപ്പിസോഡായിരുന്നു. ഞാനൊരു 22,000 രൂപ കൊടുക്കുകയാണ്. 22,000 രൂപ തിരിച്ചേട്ടാ. ഞാൻ അത്ര ധാരാളിയല്ല, ഞാനൊരു 20,000 രൂപ. ടോട്ടൽ 42,000 രൂപ ആയിട്ടുണ്ട്. എന്തായാലും പാവപ്പെട്ട കുടുംബമൊക്കെയാണ്. അതിന് ദേ പിടിച്ചോ, കത്തിച്ചു വിട്ടു. ടോട്ടൽ എമൗണ്ട് 1,00,000 രൂപയുടെ ഗോൾഡൻ പഞ്ച്. അടിപൊളി. നല്ല ഉഷാർ ഗൈഡ് വരട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ നാടൻ സ്കിറ്റ് കളിക്കുന്ന നമ്മുടെ സ്വന്തം ടീമിന്റെ അടുത്ത ഗോൾഡൻ പഞ്ച് സുമിയാണ് പറഞ്ഞു കൊടുക്കാം. സുമിയുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് കരഞ്ഞ മുഖത്തുനിന്ന് ചിരിച്ച 10 ഡയലോഗ് കേൾക്കണം. അല്ല, നസീർക്ക പറഞ്ഞ പോലെ ഇതിനകത്ത് കൊറേയൊക്കെ നമ്മുടെ വീട്ടിലെയും അവസ്ഥയൊക്കെ ഉണ്ട്. ഇതിന്റെ കണ്ടന്റ് സുമിയാ പറഞ്ഞത്. വീട്ടിലാരൊക്കെ പറഞ്ഞോ? വീട്ടില് അമ്മ, ചേച്ചി, ഞാൻ അതിൽ നിന്ന് എടുത്തത് ത്രെഡ്. അതുകൊണ്ടാ. അച്ഛന് കാല് ചെയ്യാത്ത ആളായിരുന്നു. അപ്പൊ അമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിവുള്ള പ്രായം മുതലേ അമ്മ സ്റ്റേജ് ഇത് പോവും. അപ്പം ചോറും കറിയൊക്കെ വെക്കുന്നത് ഞാനും ചേച്ചിയൊക്കെ തന്നെ. എന്നും ചമ്മന്തിയും മെഴുക്കുവരട്ടിയൊക്കെ ആയിരിക്കും. അപ്പം ഓണത്തിനൊക്കെ ആയിരിക്കുമല്ലോ ഞങ്ങളുടെ ചമ്മന്തി. പിന്നെ ഒരു ഉള്ളി വഴറ്റുന്ന ഒരു സാധനം. ആ ഓണം മിക്കപ്പോഴും ക്യാമ്പിലൊക്കെ ആയിരിക്കും. അച്ഛൻ ചെറുതായിട്ട് വെള്ളമടി കാര്യങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് പോകും. അപ്പം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യും, എടി ആരെങ്കിലും ഇത് കൂട്ടുകാരോ അല്ലെ അയലോക്കത്തെക്കാരോ ചോദിക്കുമ്പം ഇന്നതുണ്ടെന്ന് പറഞ്ഞു 2 പേരും പഠിച്ചു വെക്കും. എന്നാലേ 2 പേരോട് ചോദിച്ചാലും ഒരുപോലെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ചമ്മന്തി അച്ചാർ മാത്രം ആണെങ്കിലും ഞങ്ങൾ കൂട്ടി പറയും. ഇന്ന് അവിയല്, പിന്നെ അത് മീൻ വറുത്തം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാനിതൊക്കെ ഇവരോട് ഇങ്ങനെ ഷെയർ ചെയ്തായിരുന്നു. ത്രെഡ് അങ്ങനെ കിട്ടി. അല്ല, ഇപ്പൊ അന്ന് ഞാൻ ചോദിച്ചിരുന്നു, സുമി നാട്ടിൽ ഇങ്ങനെ തന്നെയാണോന്ന് ചോദിച്ചാൽ പറഞ്ഞു അവിടെ ചുറ്റുപാടൊന്നും ആർക്കും അറിയില്ല, ഇത്ര ആക്റ്റീവായിട്ടുള്ള ഒരാളാണെന്ന് അറിയില്ലേ? അതെ. അത് ജാട കൊണ്ടൊന്നും അല്ല, വെളിയില് അവർക്കൊക്കെ അതിശയവാ. എന്നോട് ചേട്ടന്റെ വീട്ടിൽ അവിടെ
തുണിയൊക്കെ അലക്കിക്കൊണ്ടിരിക്കുമ്പോ ചിലർ പറയും സുമിയെ പോലൊരു പെങ്കൊച്ചുണ്ട് ഈ കോമഡി, അതിന്റെ പേര് സുമി എന്നാണ്. ഞാനപ്പോ പറയും ഞാനാ വിശ്വസിച്ചിട്ടില്ല, ചുമ്മാ. പിന്നെ ഇന്നലെ ചേട്ടൻ എന്നോട് പറഞ്ഞു, ചേട്ടൻ പിള്ളേരുടെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തപ്പം അവിടുത്തെ ചേട്ടൻ സുമിയുടെ ഹസ്ബൻഡാന്ന് പറഞ്ഞു ഫോട്ടോ എടുത്തെന്ന്. ചേട്ടൻ പറഞ്ഞത് ഞാനല്ലല്ലോ സെലിബ്രിറ്റി, അല്ല സുമിയുടെ ഹസ്ബൻഡ് കടയിൽ വന്നെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി കാണിക്കാനാണ്. കേൾക്കുമ്പോ ഒരു സന്തോഷമുണ്ട്. അല്ല ഇപ്പൊ സുമി ഇപ്പൊ പറഞ്ഞത് ചിരിച്ചോണ്ടാണെങ്കിലും ശരിക്കും നമ്മുടെ മനസ്സിന്റെ ഉള്ളില് തേങ്ങലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യമുള്ളിടത്തെ കലാകാരൻ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ കരഞ്ഞിട്ടുള്ളവരെ കലാകാരന്മാരായിട്ടുള്ളൂ. അതെ, അയലൊക്കാരൊക്കെ ഇല കൊണ്ട് കളയുമ്പോ ഞാനിങ്ങനെ നോക്കിക്കുമ്പോ ചേച്ചി എന്നെ വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. ഓണത്തിനൊക്കെ അമ്മയ്ക്ക് സങ്കടം. അമ്മ പറയും അമ്മ നല്ല ഫുഡ് കഴിക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇതാ കഴിക്കുന്നെന്ന് പറയുമ്പോ അമ്മയ്ക്ക് പോലും ഇറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഇങ്ങനെ ആർക്കും ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചാലും ഞാൻ പറയത്തില്ല. ഇന്ന് എന്തോ എനിക്ക് അങ്ങ് ഒത്തിരി റിലേറ്റഡ് ആയതായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ സംസാരിക്കുമ്പോ കുറെ കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് സുമി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ളൊരു അവസരമായിട്ട് വിചാരിച്ചാൽ മതി ഇതിനെ. പിന്നെ മനോജേട്ടാ, അല്ല ഞാൻ ഈ സുമി പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ പപ്പ അമേരിക്കയിലായിരുന്നു. സുമി ഈ ത്രെഡ് പറഞ്ഞപ്പോഴേ സത്യം പറഞ്ഞ സങ്കടമാണ് വന്നത്. ഞങ്ങളുടെ അടുക്കളയുടെ അങ്ങോട്ടുള്ള പോഷൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടായി. നമുക്കത് കുറെ ആൾക്കാർ ഞങ്ങൾ ഫീൽ ചെയ്തു. ഞങ്ങൾ കുറെ അങ്ങ് വേണ്ട, നമുക്ക് ഒഴിവാക്കാൻ സങ്കടം വരുമെന്ന് പറഞ്ഞു. പിന്നെ ആ സങ്കടം വരുന്ന പോർഷൻസ് ഒക്കെ നിങ്ങളെ ചിരിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. ഞങ്ങളുടെ 3 പേരെ ആത്മാർത്ഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കണ്ടായിരുന്നു. നിങ്ങളുടെ 3 പേർ മാത്രമല്ല, ഒരുപാട് കലാകാരന്മാരുടെ കഥയാ. നിങ്ങൾ ഭയങ്കര അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 6 മക്കളാണ്. 6 മക്കളാണ്. ഒരു ദിവസം ഇതുപോലെ രാത്രി മഴ പെയ്തപ്പം അച്ഛൻ പണിക്ക് പോയിട്ട് വരുന്ന സമയമായപ്പം ആ മഴയത്ത് ഞങ്ങളുടെ അടുക്കള ഫുള്ള് ഇടിഞ്ഞ് വീണെല്ലാം പോയി. ഞങ്ങളുടെ വീട്ടിൽ കഴിക്കാനൊരു പാത്രം പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ 5-6 ദിവസമൊക്കെ വട്ടയിലൊക്കെയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ആദ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയാണ്. അത് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ അരെ പിടിച്ച് നിൽക്കുന്നത്. ഒരു ചേട്ടനെന്ന നിലയിൽ ഞാൻ ഒരു ടിപ്പേ തരുന്നുള്ളൂ. എന്ത് ചെയ്യുന്നു 100% സിൻസിയറായിട്ട് ചെയ്യുക. കാശോ മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. കാശ് പിന്നാലെ വന്നോളും. അതാണ് എനിക്കും ബിജുക്കൂട്ടനും സംക്രാന്തിക്കൊക്കെ പറയാനുള്ളത്. എല്ലാവരും ഇതുപോലെ വന്നിട്ടുള്ളതാണ്. 100% സിൻസിയറായിട്ട് നിന്നാൽ ഉറപ്പാണ് ദൈവം കലയും അംഗീകരിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞാല് മലയാളം പറഞ്ഞാലേ ഞങ്ങളുടെ ജീവിതമായിരുന്നു. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാലേ എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ച. ഞങ്ങൾ 4 മക്കളാണ്. അപ്പോൾ അമ്മ എന്നെ കൊണ്ട് ജോലിക്ക് പോകുമായിരുന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അനുഭവമൊക്കെ പെട്ടെന്ന് കിട്ടി. പക്ഷേ ഇപ്പം ഞാൻ ഇത്രയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നെങ്കിൽ അമ്മയില്ല. 5 വർഷമായി അമ്മ മരിച്ചില്ല. കാണാൻ പറ്റിയില്ല അമ്മയ്ക്ക്. കൊറോണ വന്നായിരുന്നു രാജേഷിന്റെ അമ്മ മരിച്ചത്. അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ആ സമയത്താണല്ലേ ആരെയും കാണിച്ചില്ല. ഇതൊക്കെ ഇപ്പൊ അമ്മ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ടാവും എന്തായാലും. അമ്മയുടെ പ്രാർത്ഥനയുണ്ട് അജേഷിന്റെ ഓരോ. അതെ, തീർച്ചയായിട്ടും. അല്ല, ഇവരിവിടെ നിന്ന് കളിച്ചപ്പം എന്നെ അമ്മയാണ് ഞാൻ അവിടെ നിന്ന് കണ്ടത്. ഇവരെ കണ്ടോട് കളിച്ചപ്പം അങ്ങനെ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് നല്ല സ്കിറ്റുകളും ഒരുപാട് നല്ല ഉയർച്ചയും ജീവിതത്തിൽ 3 പേർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയുണ്ട്. ഒരുപാട് പ്രേക്ഷകരുടെ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ നടക്കും, എത്രയും വേഗം നടക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്ത സ്കിറ്റ് അല്ലേ 100 അടുത്ത സ്കിറ്റുമായിട്ട് വരും. തീർച്ചയായും. ഓക്കെ, പ്രഭാകർ വർമ്മ ഇന്ന് കോട്ടപ്പോ ഞാൻ വിചാരിച്ചു അടുത്ത സർക്കാർ ദിവസത്തിനാണ്. സുമി ഓക്കെ, മനോജേട്ടാ, ചേട്ടാ, താങ്ക് യു സോ മച്ച് കേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം റെഡിയാണ്. കൊച്ചുപുറത്ത് വീടിനുണ്ട്, ശ്രീജു ഉണ്ട്, സൂര്യശ്രീ ഉണ്ട്. ഒരു നല്ല കൈഡി. എന്റെ ദൈവമേ, ഉടൻ വിൽപ്പനയ്ക്കെന്നും പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ട് 9 കൊല്ലായി ഇവിടെ. ഒരു പൂച്ചക്കുഞ്ഞു പോലെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണല്ലോ. എങ്ങനെ തിരിഞ്ഞു നോക്കാനാ? ഇവിടെ പ്രേതമുണ്ട്, ഭൂതമുണ്ട്, 3 പേര് തൂങ്ങിച്ചത്താന്നും പറഞ്ഞുകൊണ്ട് ഈ അയലൊക്കെക്കാർ മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുവന്നേ. പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വരുമോ? എന്നാ ബ്രോക്കർ സുധാകരനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ സുധാകരാ, എന്നെ മേലാൽ പേടിയുള്ള വാടകക്കാരെ ഇങ്ങോട്ട് വിട്ടേക്കരുത്. എന്നാ ഞാൻ റോക്കറ്റ് അങ്ങോട്ട് വിടട്ടെ? എന്തിനാ? അതോടുകൂടി എല്ലാം കത്തി തീരുമല്ലോ. എടാ പ്രാന്ത, അതല്ല പറഞ്ഞേ. പിന്നെ നീ കഴിഞ്ഞ ദിവസം 2 പേരെ ഇങ്ങോട്ട് വിട്ടില്ലേ? അവര് പിറ്റേ ദിവസം തന്നെ പെട്ടി മോക്കണടുത്ത് പോയെന്ന്. അങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വിടണ്ട. എന്റെ അണ്ണ, ഇത് അതുപോലെ അല്ല. പിന്നെ പുതിയൊരു പാർട്ടി വന്നിട്ടുണ്ടെന്ന്. തീയയും ഭാര്യയും. ഇവിടുത്തെ തൂങ്ങിമരിച്ചതിന്റെ കാര്യമൊക്കെ നീ പറഞ്ഞോ? അണ്ണാ, എല്ലാ കാര്യവും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഓക്കെയാണ്. വീട് കണ്ട് ഇഷ്ടപ്പെട്ട അഡ്വാൻസ് തരും. അവരവിടെ താമസിക്കുകയും ചെയ്യും. ശരി. ഇതൊക്കെ പറഞ്ഞു വരുത്തണ ആരാന്നറിയാവോ? ഇതായിരിക്കണവൻ.
എന്റെ ജീവ നമ്മളീ അയലൊക്കത്തിരുന്നിട്ട് വെറുതെ എന്നെ ഉപദ്രവിക്കല്ലേ. കാര്യം പ്രേതമുണ്ട് പൂതോണ്ട് ഇവിടെ പറയണോ? ചാനലായ ചാനല് മൊത്തം കയറി പറഞ്ഞേക്കുവന്ന്. പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വരോ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇവന്റെ വീട്ടിലെ ഉദ്ദേശം എന്ന് അറിയാമോ? ഇവൻ പറഞ്ഞ ചുളുവിലക്ക് ഈ സാധനം അവന് മേടിക്കണം. കടക്കാരുടെ കയ്യിൽ എന്ത് സാധനം ചുളുവിലക്ക് അവൻ മേടിക്കും. അവനൊരു പരിപാടിക്ക് വിളിക്കാമോ? ലോകത്തില്ലാത്ത റേറ്റും. ഇതൊക്കെ എങ്ങനെ സാധിക്കണേ? ഇവന് മാത്രമേ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ചേട്ടന് കാര്യം അറിയാം. സുജാത ചേച്ചി മഞ്ഞ സാരി എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം അവിടെ വെള്ളം കോരാൻ വന്നപ്പോ വാഴയുടെ അപ്പുറം തന്നെ കണ്ടേ പ്രേതം ഓലം ചാരി വെച്ചേക്കണ പേടിച്ച് ഒറ്റച്ചാട്ടത്തിന് 3 വീട് അപ്പുറം ചെന്ന്. എന്നിട്ട് അപ്പുറത്തെ ചായക്കടയിൽ കംപ്ലീറ്റ് പോയി പറഞ്ഞേക്കാം ഇവിടെ പ്രേതമുണ്ട്, ഞാനിത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് തേങ്ങ കട്ടുണ്ടാകാൻ പറ്റില്ല. അതല്ലേ ഞാൻ ശരിയാക്കി തരാം. നസീർക്ക, ഈ വീട് വാടകയ്ക്ക് ഒരു 10 ദിവസം ആരെങ്കിലും ഇവിടെ ഒന്ന് താമസിച്ചാൽ മതി. ഇവിടെ പ്രേതമില്ല എന്നുള്ളത് ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് എനിക്ക് പോകാനുള്ളതെന്ന് ദുബായിക്ക് എൻ്റെ പെണ്ണും പിള്ളയൊക്കെ അവിടെയാ. ഇത് ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് ആ സിയ ഇങ്ങോട്ട് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യ. ദൈവമേ. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതാ ഇങ്ങനെ പ്രേതാലയം പോലെ കിടക്കുന്ന വീട് നമുക്ക് വാടകയ്ക്ക് വേണ്ടെന്ന്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം നിങ്ങൾ കേൾക്കൂ. അതിനെന്താടി കുഴപ്പം? നീ വീട് ആദ്യം നോക്ക്. ചേട്ടാ, ഇതാണോ വീട്? വിഴിഞ്ഞം തുറമുഖം കണ്ണിലെണ്ണ വീടല്ല ഇത്. അങ്ങനെ ചൂടനാന്ന് തോന്നുന്നു കേട്ടോ. അയാൾ ചൂടനൊന്നുമല്ല, ബ്രോക്കർ പറഞ്ഞു വിട്ടതല്ലേ. അയാൾ ഈ വീട്ടിന്റെ ഓണറാണ്. പോരാത്തതിനും ജോത്സ്യനും. ഒരു ജോത്സ്യനും അങ്ങനെ പെട്ടെന്ന് കയറി ചൂടാവാൻ പറ്റൂല. അത് ജോത്സ്യന്മാർ അങ്ങനെയാണ്. ഉത്തരത്തിനൊന്നും വലിയ ബലമില്ല കേട്ടോ. ആര് പറഞ്ഞു വല്ലല്ലാന്ന്? 3 പേര് കെട്ടി തൂങ്ങിച്ചതല്ല, കല്ല് പോലെ ഇരുന്ന് ഉത്തരവല്ല. സത്യത്തിൽ പ്രേതമുണ്ടോ? സത്യത്തില് പ്രേതമല്ല, വെള്ളി നക്ഷത്രത്തിലെ കിടുക്കാച്ചി ഒരു പ്രേതമുണ്ട്. ഇവിടെ കാണാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ ആ പടം കാണാൻ പോയതാ. സത്യം. തമാശക്കാരനാണല്ലേ? തമാശക്കാരനാണോന്ന് എന്റെ തമാശ കേട്ടിട്ട് കൗണ്ടർ രാജ അവാർഡ് വരെ എനിക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അറിയാവോ? എനിക്ക് തമാശക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇടയ്ക്ക് തമാശയൊക്കെ പറയും. പിന്നെ ഇത്രയും വലിയ വീട്ടിൽ ഒറ്റ കിടക്കാൻ പേടിയൊന്നുമില്ല. ഞാൻ എന്തിനു പേടിക്കണം? ഞാനൊരു ജോത്സ്യനല്ലേ. പിന്നെ എത്ര കൊടി കട്ടിയ യക്ഷയായാലും ഒരൊറ്റ നോട്ടത്തിൽ ഞാൻ തളയ്ക്കും. അങ്ങനെയല്ലേ ഞാൻ സുമതിനെ തളച്ചത്. സുമതി വളവിലെ യക്ഷിയോ? എവിടെ? എന്റെ പെണ്ണുമ്പിള്ള സുമതിനാന്ന്. അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോ ഒരൊറ്റ നോട്ടം നോക്കിയുള്ളൂ. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ അവിടെ വീണു. ഇതിന് ഞങ്ങൾ പോലീസ് ഭാഷയിൽ പറയുന്നത് എന്താണെന്ന് അറിയുമോ? നോക്കി തലയിലായ കേസെന്നാ. ഭാഷ മാത്രമല്ല, കാര്യവും പറയും. കാര്യമൊക്കെ അവിടെ കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ വന്ന് 3ാമത്തെ ദിവസം പേടിച്ച് പോകാനാണെങ്കിൽ മേടിച്ച അഡ്വാൻസ് ഞാൻ തിരിച്ചു തരില്ല. അമ്മ സത്യം. ഹലോ, ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു നിരീശ്വരവാദിയാണ്. ഈ യക്ഷി പ്രേതം ഭൂതം ഇതിലൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ അഡ്വാൻസ് ഒന്നും ഞാൻ തിരിച്ചു വാങ്ങിക്കാൻ പോകണമെന്നില്ല. എന്റെ ഫേസ്ബുക്കിന്റെ ടാഗിൽ എന്താണെന്ന് അറിയാമോ? പ്രണയം പ്രേതത്തിനോട് മാത്രം. സത്യം. അതുപോലെ തന്നെ ഗസറ്റിൽ കൊടുത്ത് ഞാൻ എന്റെ പേര് മാറ്റാൻ പോവാ. പ്രേമചന്ദ്രൻ. ഗസറ്റിൽ പുതിയ പേര് നീ കൂടെ കേൾക്കാൻ വേണ്ടിട്ടാ പറയുന്നത്. ഇനി മുതൽ പ്രേതചന്ദ്രൻ. ഒരു ചേഞ്ച്, പ്രേതങ്ങളോടുള്ള താല്പര്യം, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം കേട്ടോ, ഓജോ ബോർഡ് കേട്ടിട്ടുണ്ടോ? ഒരു കാലത്ത് ഇതെന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. കക്കൂസി പോയി ഇരിക്കുമ്പോഴേ എന്റെ കയ്യിൽ ഇതുണ്ടാവും. എന്ത്? കാജാബീഡി. കാജാബീഡി അല്ല, ഓജോ ബോർഡ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കുമ്പോ ദുശീലം പാടില്ല. ആര് പറഞ്ഞു സുശീല പാടില്ലെന്ന്? സുശീല ഉഗ്രനായിട്ട് പാടും. സുശീല എത്ര പാട്ടെന്ന് അറിയുമോ? ദുശീല പാടുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ ദുശീലങ്ങളൊന്നും പാടില്ലെന്ന്. ഓ, ദുശീലം. പിന്നെ സാറേ, ഇപ്പൊ സാറിന് ഒട്ടും പേടിയില്ലെന്ന് പറഞ്ഞത് ശരിയാണോ? ഞാനൊരു CA ആണ്. ഞാൻ ഇതിന് പേടിക്കണം. എന്താ? ഉദാഹരണത്തിന് ഇന്നാൾ ഒരു ദിവസം വിജനമായ വഴിയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് ജീപ്പ് ഓട്ടിച്ച് വരുന്നു. രാത്രി 12 മണിയായി. അയ്യോ, ജീപ്പ് നേരെ പാലത്തിലോട്ട് കയറിയതും അവിടെ നിന്നൊരു പെണ്ണ് കൈ കാണിച്ച് ജീപ്പ് കൊണ്ട് നിർത്തി. ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി അവളെ അടുത്തോട്ട് പോയപ്പോ അവൾ എന്നോട്ടൊരു ചോദ്യം. എന്നെയും കൂടെ കൂട്ടാമോന്ന്. രാത്രിയാണെന്ന് ഞാൻ നോക്കിയില്ല. അപ്പോഴതിനുള്ള മറുപടി കൊടുത്ത്, നിന്നെ കൂട്ടാൻ നീ എന്താ ചക്കക്കുരു മാങ്ങയിട്ട് വെച്ച കൂട്ടാനാണോ എന്ന് പറഞ്ഞു തീരാനും അവള് പാലത്തിൽ നിർത്തി താഴ്ചാടി. ജസ്റ്റ് ജോക്കാണോ? എത്ര പേരെ ഇങ്ങനെ തമാശ പറഞ്ഞ അസമയത്ത് കൊന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഭയങ്കര തമാശക്കാരനാണ് ഞാൻ. ഇതുപോലെ പല തമാശകളും പല വാടക വീട്ടുകളിലും അടിച്ചതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. ഇതുകൂടെ പറഞ്ഞ് ഇവിടുന്ന് കൂടെ ഇറങ്ങേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് സംസാരിക്കാനായിട്ട്. അല്ല ചേട്ടാ, ഞങ്ങള് ടൗണിലാണ് താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല. ടൗണിൽ എവിടെ വരണം? പിന്നെ എന്നാ അവിടെ പോകുന്നത്? അയ്യോ, അവിടെ ചൂടായിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. അതിപ്പോ ഇവിടെ ആയാലും ചൂടായിട്ട് അനാവശ്യമായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും നല്ല പട വെച്ച് വരും. പോലീസ്
തണുപ്പാന്ന് വെച്ചാൽ നോക്കൂല കേട്ടോ. അയ്യോ അതല്ല പറഞ്ഞത്, അവിടുത്തെ ക്ലൈമറ്റ് ശരിയില്ല, മൊത്തം ചൂടല്ലേ. ഞാൻ വന്നപ്പോഴും അതാ നോക്കിയത്. ഇവിടെ ആണെങ്കിൽ ചുറ്റും മരങ്ങളാന്നേ. ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. പാലയുണ്ടോ? പാലയല്ല, പാലാരിവട്ടം തൊട്ടപ്പുറത്താ. അതല്ല ചോദിച്ചത്, ഇവിടെ ഏഴിലും പാല ഉണ്ടോന്ന്. ഏഴിലും പാലയുണ്ട്. നമ്മുടെ ഈ പറമ്പിന്റെ 4 മൂലയ്ക്ക് ഏഴിലും പാലയുണ്ട്. പിന്നെ കരിമ്പല്. ഓ രക്ഷപ്പെട്ട്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ കരിമ്പനയിലും ഏഴിലും പാലയിലും ക്രോസിന് ഒരു വടി വെച്ച് കെട്ടിയിട്ട് ഒരു ഊഞ്ഞാല് കെട്ടി അതിൽ അസമയത്തിരുന്ന് ആടണം. എന്ത് കാര്യത്തിന്? ആ സമയമാകുമ്പം നല്ല നിലാവ് കാണും. ഏഴിലും പാലയുടെ മണം ഇങ്ങ് അടിക്കും. യക്ഷിയെന്ന് ഞാൻ കണ്ടിട്ടില്ല, അവരും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ എന്റർടൈനർ ആയിരിക്കും. ചില്ലറ വിഷമല്ല, നമുക്കിതേ നെല്ലിക്കത്തളം വെക്കേണ്ടി വരും. പിന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? സി ആവണമെന്നല്ലായിരുന്നു, എനിക്ക് യക്ഷിയെ പോലത്തെ ഒരു പെണ്ണെ കിട്ടണമായിരുന്നു. അത് മാത്രം സാധിച്ചു. കള്ളൻ. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ചേട്ടന്റെ മുഖം എന്തെങ്കിലും പിച്ചി പറിച്ചോലൊക്കെ ഇരിക്കുന്നേ? ഇത് പിച്ചു പറിച്ചോലെ ഇരുന്നല്ല. ഈ കഴിഞ്ഞ ആഴ്ച നമുക്ക് തൊട്ടടുത്തൊരു ഹോമം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹോമം കത്തണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയതാ. ഒരു ഒറ്റ ആള് നടന്നു. കൊച്ചെന്നെ പറഞ്ഞ എനിക്കത് ഇത്രയും താടി ഉണ്ടായിരുന്ന വന്നു നിന്നിട്ടുണ്ടല്ലോ. ഈ ചില പിള്ളേര് കടിച്ചു പറിച്ച ബോംബെപ്പൂടെ ഫിഗറായി പോയി കണ്ടോ. അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു. ഇങ്ങനെ നിന്നാ മതി, മുറിയൊക്കെ ഒന്ന് മുറി പറയാം. അതാണ് ഇപ്പൊ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നടുക്കലത്തെ മുറി ഉണ്ടല്ലോ, ഒരിക്കലും നമ്മളത് തുറക്കരുത്. തുറന്നാ പിന്നെ അടയ്ക്കാൻ പറ്റില്ല, വിജാഗിരി കംപ്ലൈന്റാ. മുറി കണ്ടോ, അത് നമ്മൾ ഒരിക്കലും തുറക്കരുത്. അതെന്താ? അവിടെയാണ് 3 പേര് തൂങ്ങിച്ചത്തത്. അതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലായിരുന്നോ? തൂങ്ങിച്ചത്തത്. തൂങ്ങിച്ചത്തത്. ഞാൻ അഡ്വാൻസ് തന്നെ എടുക്കുന്ന വീടാണെങ്കിൽ എല്ലാ മുറിയും ഞാൻ പരിശോധിക്കും. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അല്ലാതെ ഈ തൂങ്ങിച്ചത്ത റൂമിൽ കിടക്കാൻ പേടിയില്ലേ? ഞാനെന്തിന് പേടിക്കണം? എനിക്കാണ് ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത്തിരി ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന പരിപാടിയുണ്ട്. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. നിന്നോട് അറിയിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാനുള്ള. നീ ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ എന്തുമാത്രം ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. അവർ കാര്യം താക്കോലവിടെ ഉണ്ടാവും. ശരി, ഞാൻ റൂമൊക്കെ കണ്ടുവരാം. ചേട്ടാ ചേട്ടാ, എന്തെങ്കിലും ഒരു മന്ത്രോ തന്ത്രോ ജപിച്ച് തന്നില്ല ഞാൻ ഈ വീടിനകത്തോട്ട് കയറത്തില്ല, എനിക്ക് പേടിയാ. ഇതിനിപ്പോ പിടിച്ചോ. ഓ ഉണക്കമുന്തിരി പറക്ക് പറക്ക് വെളുക്കുവോളം ചവയ്ക്ക് ചവയ്ക്ക് ചകനും പെണ്ണും തിനുക തിനുക വെറ്റിലും ചാക്കും ചവയ്ക്ക് ചവയ്ക്ക്. വെറ്റിലേം പാക്കിന്റെയും കാര്യം പറഞ്ഞപ്പോഴും ഒരു കാര്യം ഓർത്തെ. ഈ മുറിക്കകത്തൊരു പെട്ടിയില് വെറ്റിലെ അടക്കയിരിപ്പുണ്ട്. ആ അടക്ക വെറ്റിലാണ് ഈ മരിച്ചുപോയ മുത്തശ്ശീനെ നമ്മൾ ആവാഹിച്ചു വച്ചേക്കണത്. ഒരിക്കലും അതെടുത്ത് തിന്നുവോ അത് എടുക്കോ തുറക്കോ ചെയ്യാൻ പാടില്ല. വിളിച്ചു പറ ചന്ദ്രേട്ടാ, ആ മുറിക്കകത്തൊരു മുറുക്ക്. മുറുക്കല്ല, വെട്ടിക്കേക്ക്. ചേട്ടാ, അതിനകത്തെ വെറ്റില ചെല്ലത്തിൽ ഒരു മുറുക്കാൻ ഇരിപ്പുണ്ട്. അത് ഈ തൊടുവോ എടുക്കോ കഴിക്കോ ഒന്നും ചെയ്യില്ലെങ്കിൽ ഇറങ്ങി വാ. ഞാൻ അഡ്വാൻസ് എടുത്ത് വെച്ച വീടിനകത്ത് പല സാധനം ഒഴിക്കും, അത് ഞാൻ എടുത്ത് കഴിക്കും. ഇവിടെ മുറുക്കാൻ ഞാൻ എടുത്ത് കഴിക്കും. അതിനിപ്പോ എന്ത്? എന്റെ ദൈവമേ, മുറുക്കാനെടുത്ത് കഴിച്ചോ? തുപ്പേട്ടോ, ചോരയാണോ അതോ മുറുക്കാനാണോ ദൈവത്തിനറിയാം. ഇനി ഇവിടെ വന്നിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടുവോ ദൈവമേ. സംശയമില്ല, ഇവിടെ ചത്തുപോയ മുത്തശ്ശി കൂടിയിരിക്കണത് ഈ ദേഹത്ത് തന്നെയാ. ഭാഷയ്ക്ക് എന്താ ഒരു വ്യത്യാസം? അത് വേറൊന്നുമല്ല, നമ്മൾ ഈ വക കർമ്മം ചെയ്യുമ്പോ ഭാഷാശൈലി മാറ്റണമെന്നാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ തീരുമാനം. ഒരു തോ കൈന്നിട്ടപ്പോ പൊട്ടിത്തെറിച്ച് 4 കഷ്ടായാണ് ഇവിടെ. ഇതിപ്പോ എന്തോ ചെയ്യും? ഒരു മയക്കുപൊടി വെച്ചാലോ? മയക്കുപൊടി വെക്കാൻ വേണ്ടിട്ട് ഇത് അരിക്കൊമ്പനല്ലേ കിടക്കണേ. നിങ്ങളെ ഭർത്താവ് എന്തെങ്കിലും ഒന്ന് ചെയ്യും. പറയാം. നീ ആരാ? ഭാനുമതി. അതവിടെ ഇരിക്കേണ്ട ഭാഗത്തേക്കോ അവിടെ പോയിട്ട കാര്യമുള്ളൂ. എടോ, അതല്ല പറഞ്ഞത്, അവിടെ പേരാ പറഞ്ഞ ഭാനുമതി. ഭാനുമതി. ഭാനുമതിക്ക് എന്ത് വേണം? രക്തം. രക്തം തന്നാൽ ടാറ്റ പറഞ്ഞു പൊക്കോളാ. ഒഴിഞ്ഞു പോയില്ല. ഒഴിഞ്ഞു പോകാൻ ഞാനല്ലല്ലോ ഒഴിഞ്ഞു പോകാനുള്ളത്. നീ വാടകയ്ക്ക് കൊടുത്ത സിയെയും ഭാര്യയല്ലേ ഇവിടെ ഒഴിഞ്ഞു പോകാനുള്ളത്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. എന്തുവാ? ഒരാളല്ല കൂടിയേക്കണേ, 2 പേര്. ഒന്ന് മുത്തശ്ശി, പിന്നെ വാടകക്കാരൻ. ഇനി എന്തോ ചെയ്യൂ? അതോർത്ത് കൊച്ചി ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ 1 മാസം വാടക ഇല്ലെങ്കിലും മുത്തശ്ശിനിയുടെ പെൻഷനിൽ നിന്ന് എടുത്ത് ഞാനത് ടാലിയാക്കിക്കോളാം. വഴി നോക്കാൻ ഒരു കാര്യം ചെയ്യാം, ഇനി ഒറ്റ കൈ ഞാൻ പ്രയോഗിക്കും. അതിനു മുമ്പ് എന്നെ മനസ്സിലായെന്ന് ചോദിക്കട്ടെ, കല്ലുമാല തറവാട്ടിലെ രാജശേഖരൻ തമ്പിനെ അറിയോ? അറിയോ? എന്റെ ഭർത്താവിനെ എനിക്കറിയാം.
അങ്ങേരെ ഞാൻ ആവാഹിച്ച് ഇവിടെ വരുത്തും. വേണ്ട, വരുത്തും. അയാളെ വരുത്തണ്ട. ഓം പൊന്നടി കൊന്നടി കോനാരി അയ്യോ, നാച്ചിക്കട്ടെ. വരുത്തണ്ട. അയാളെ വരുത്തണ്ട. ഞാൻ പോയി. ഇത്രയും മന്ത്രം ചൊല്ലിയിട്ട് പോകാത്തത് ഈ ഒരു പേര് പറഞ്ഞപ്പോ എങ്ങനെ പോയേ? ആ പറഞ്ഞ രാജശേഖരൻ തമ്പിക്കും ഈ ഒഴിഞ്ഞുപോയ മുത്തശ്ശിക്കും കൂടെ മൊത്തം 24 പിള്ളേരാ. ഈ രാജശേഖരൻ തമ്പി ചത്ത എങ്ങനെയാന്ന് അറിയാമോ? എനിക്കറിഞ്ഞൂടാ. പ്രസവോർത്ത വയറ്റാത്തി പ്രാവിക്കൊല്ലുമായിരുന്നു ഈ കാലത്ത്. അതൊക്കെ ഇങ്ങോട്ട് വന്നാണ്ടല്ലോ, പ്രേതാണെങ്കിലും ജീവനെ കൊതിയില്ലാണ്ടിരിക്കുവോ? ചേട്ടാ ചേട്ടാ എണീക്ക്. സാറേ, ഈ എന്താ പറ്റിയേ? എനിക്കറിഞ്ഞൂടാ. ഓക്കെയോ? ഓക്കെ. അയ്യോ, മീശ വെച്ചുകൊണ്ട് കരയല്ല എന്റെ ദൈവമേ. ഓക്കെ ആയോ? ഓക്കെ. ഒരു കുഴപ്പമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ. അട്ടി. അപ്പോ ഇതാണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ പഴയ ഓജസ്സും തേജസ്സുമുള്ള CI. ഇനി രണ്ടുപേരും കൂടി എങ്ങടാന്ന് വെച്ചാ പെട്ടിയും പൊക്കടോർത്ത് വിട്ടോ. വിട്ടോട്ടെ. വിട്ടോ. എന്നാ പെട്ടി പൊക്കണോടറി. അകത്തോട്ടല്ല, പുറത്തോട്ട്. ഞങ്ങൾക്കിനി ഈ വീട് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടെന്നാ. അയ്യോ ദൈവമേ, എന്റെ ദൈവമേ. ഇനി ഇത് വിറ്റിട്ട് എനിക്ക് അമേരിക്ക പോകാൻ പറ്റുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. എടാവേ ജീവ, നീ ആ പറഞ്ഞ 15 തന്നെ ഞാൻ തന്നേക്കാം നിനക്ക്. എന്റെ പൊന്നിയേട്ട, ഇമ്മാതിരി നാശമുള്ള വീട് എനിക്ക് വേണ്ടേ വേണ്ട. വേണ്ട. ഇനി വല്ല ആത്മാവിനെ വിളിച്ച് വാടകയ്ക്ക് കൊടുക്കണം. നല്ലൊരു കൈഡി തിരിച്ചേട്ടാ. ഈ കോമഡിയിൽ തന്നെ പല സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ സറ്റയർ, ഹൊറർ കോമഡിയിൽ പെട്ടാണിത്. അതിൽ ചിരിപ്പിക്കാൻ എളുപ്പമാണ്, ഭയം കാണിച്ചാൽ മതി. എന്നാൽ ഇത് അത്രയും നല്ലൊരു സ്ഥലമായിരുന്നു. അവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ സ്ഥലം, ആ മൊത്തം ഇത്രയും വലിയൊരു വീട്ടിൽ ഇപ്പോൾ 1-2 സ്ഥലങ്ങൾ കൊച്ചു പ്രദീപ് ഇങ്ങനെ കാണിച്ചെന്നുള്ളത്, അത് തുറക്കരുത്, അതൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അതിൽ മ്യൂസിക് ബിൽഡപ്പ് ഇതൊക്കെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി കളർഫുൾ ആക്കായിരുന്നു. ഹ്യൂമർ ഉണ്ടായിരുന്നില്ല, ഹൊററും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് അൾട്ടിമേറ്റ് വേണ്ടത് ഹ്യൂമർ തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ പ്രേതത്തിൻ്റെ പാസിങ്ങും ഒക്കെ ഇടയിൽ കൊടുത്തിരുന്നെങ്കിൽ അതിനെ വെച്ചിട്ട് കൗണ്ടർ, അങ്ങനെ ഒരുപാട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവം നിങ്ങൾ തന്നെ പറഞ്ഞ് തീർത്തുന്നുള്ളതാണ്. അത് ഉപയോഗിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്ലോട്ടും ആ ഒരു സബ്ജക്റ്റ് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇനി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്താലും കുഴപ്പമില്ല. ഹ്യൂമറിന് ഈ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമം മാത്രമാണ് എനിക്ക് പറയാൻ. അതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. താങ്ക് യു ചേട്ടാ. ബിജുക്കുട്ട ചേട്ടാ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹ്യൂമർ ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ആ പെണ്ണായൊക്കെ വന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ആ എൻട്രി, രണ്ടാമത് ശ്രീജുവിൻ്റെ എൻട്രി ഞാൻ കരുതി പൊളിക്കുമെന്ന് കരുതി. കാരണം ആ പാട്ടും മിന്നാമിനിങ് എന്നൊക്കെയുള്ള സോങ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു അതങ്ങ് വർക്കൗട്ട് ആയില്ലെന്ന് തോന്നുന്നു. ആ സാരിയെ കൊടുത്ത് വന്നത്. കാരണം നമ്മൾ ചിന്തിക്കണത് CI എന്ന് പറഞ്ഞൊരാൾ ഇത്രയും വേഷം കെട്ടി വന്നെങ്കിൽ അയാളുടെ മേത്തൊരു ബാധ കൂടിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടാവുന്ന ചെറിയ തമാശകളും കാര്യങ്ങളാണല്ലോ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ അതങ്ങോട്ട് വർക്കൗട്ട് ആയില്ല എന്ന് തോന്നുന്നു. കാരണം നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താ പറയണ, ഒട്ടും ഹ്യൂമർ ഇല്ലാതെ പോകുന്നത് ഭയങ്കര കഷ്ടമാണത്. കാരണം ഓഡിയൻസൊക്കെ എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അവർ ചിരിക്കേണ്ട ഭാഗത്തൊക്കെ ചിരിച്ചിട്ടുണ്ട്, കൈയടിക്കേണ്ട ഭാഗത്ത് കൈയടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറവായിരുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതെല്ലാം നികത്തിയിട്ട് അടിപൊളി സ്കിറ്റുമായിട്ട് വരുക കേട്ടോ പ്രദീപേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശ്രീജു, പ്രദീപ്, സൂര്യശ്രീ, അധ്വാനത്തിനുള്ള ഫലം കിട്ടിയില്ലല്ലേ? കയ്യിൽ നിന്ന് പോയി. അതാണ് അതിൻ്റെ അകത്തെ തമാശകളുടെ ഏരിയ കുറവാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞല്ലോ. ഇനി അതിനെക്കുറിച്ച് പറയാതിരിക്കുന്ന നല്ലത്. ഒന്ന് ആഞ്ഞു പിടിക്കാമായിരുന്നു. അതിനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ അത്ര സുഖമായില്ല. ഒരുപാട് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. നമുക്കത് പോരാ. ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ വരരുത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് പ്രദീപ്, സൂര്യശ്രീ, അതേപോലെ ശ്രീജു ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിരിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് നിങ്ങളിതുള്ളത് ചെയ്തു. പക്ഷേ നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ അകത്ത് ചിരിയുടെ ഏരിയയിലേക്കും പറ്റുന്നില്ല. എന്നാൽ ഭയപ്പെടുത്തുന്ന ഏരിയകളുണ്ടോ അതുമില്ല. എന്നാൽ കൺഫ്യൂഷൻ വരുന്ന ഏതെങ്കിലും ഏരിയകളുണ്ടോ അതും ഇല്ലാതായിപ്പോയി. അപ്പം മൊത്തത്തിലൊരു എങ്ങനെയും ചെയ്തങ്ങ് തീർക്കുക എന്നുള്ളൊരു ലാഘവം നമുക്ക് ഫീൽ ചെയ്തു. മാറ്റിയെടുക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ആരാണ് ആദ്യം മാർക്സ് ആയിരുന്നത്? ഞാൻ കൊടുക്കാം. ബിജുക്കുട്ട ചേട്ടാ. ഞാനൊരു 6000 രൂപ കൊടുക്കാം. 6000 രൂപ. നസീർക്ക? ഞാനൊരു 5000 രൂപ. 11000 രൂപ ആയിട്ടുണ്ട്. ചേട്ടാ ബാലൻസ് 20000 രൂപ നമ്മൾ വാങ്ങിക്കുന്ന എമൗണ്ടേ അല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം ഒരു ഉഗ്രൻ ഐറ്റമായിട്ട് വരണം. സിൽവർ അടിക്കണം അല്ലെങ്കിൽ ഗോൾഡ് അടിക്കണം. അതിന് മുകളിലോട്ട്. ഓക്കെ, വെറുതെ അടുത്ത പ്രാവശ്യം.
അപ്പോ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക്. നമുക്ക് നാളത്തെ എപ്പിസോഡിൽ തിരിച്ചു വരാം. ഓക്കെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.